വിഴിഞ്ഞത്തെ പുലിമുട്ട് ദേശീയ ശ്രദ്ധ നേടുന്നു. രാജ്യത്തെ ഏറ്റവും ആഴമേറിയ പുലിമുട്ടാണ് വിഴിഞ്ഞത്തേത്. 28 മീറ്റർ ഉയരത്തിലാണ് പുലിമുട്ട് പണിതുയർത്തിയിരിക്കുന്നത്. അതായത് 9 നില കെട്ടിടത്തിന്റെ ഉയരം. കടലിനടിയിൽ മാത്രം ഇവയുടെ നീളം 18 മുതൽ 20 മീറ്റർ വരെയാണ്. സംസ്ഥാന സർക്കാർ 1387 കോടി ചിലവാക്കി നിർമ്മിക്കുന്ന പുലിമുട്ടിന്റെ നീളം നിലവിൽ 2960 മീറ്ററാണ്. 2028ഓടെ തുറമുഖ നിർമ്മാണം പൂർത്തിയാകുമ്പോൾ 3880 മീറ്റർ നീളത്തിലെത്തും. ഭാവിയിൽ തുറമുഖ വികസനം ആവശ്യമായി വരികയാണെങ്കിൽ നീളം ഇനിയും വർദ്ധിക്കും. ഇതുവരെ 2,25,000 ട്രക്ക് ലോഡുകളിലായി 68 ലക്ഷം മെട്രിക് ടൺ കരിങ്കല്ലുകളാണ് കടലിൽ നിക്ഷേപിച്ചത്. പുലിമുട്ടിന് മുകളിൽ 10 മീറ്റർ വീതിയിൽ വിശാലമായ റോഡും നിർമ്മിച്ചു. തമിഴ്നാട്ടിൽ നിന്ന് 40%, സംസ്ഥാനത്തെ കോറികളിൽ നിന്ന് 60% കരിങ്കല്ലുകളാണ് ഉപയോഗിച്ചത്. 10 മീറ്ററോളം ഉയരത്തിൽ ആഞ്ഞടിക്കുന്ന തിരമാലകളെ വരെ ഈ വമ്പൻ പുലിമുട്ട് പ്രതിരോധിക്കും. ബെർത്ത് നിർമ്മാണം പൂർത്തിയാകുമ്പോൾ പുലിമുട്ടിന്റെ അവസാന ഭാഗത്ത് 600 മീറ്റർ നീളത്തിൽ മറ്റൊരു ബെർത്തിനും പദ്ധതി. ഇവിടെ ആഡംബര കപ്പലുകൾ അടുപ്പിക്കാനുള്ള പദ്ധതിയുടെ ഭാഗമായാണിത്. ലോകത്തെ തുറമുഖങ്ങളിൽ വിസ്മയിപ്പിക്കുകയാണ് വിഴിഞ്ഞ. പ്രധാനമന്ത്രി മെയ് 2 കമ്മീഷനിംഗ് ചെയ്യുമെന്ന പ്രഖ്യാപനം വന്നതോടെ എല്ലാ കണ്ണുകളും വിഴിഞ്ഞത്തേക്കാണ്. MSC തുർക്കിയുടെ ഉൾപ്പെടെയുള്ള വൻകിട കപ്പലുകൾ നങ്കൂരമിട്ട വിഴിഞ്ഞം ഇനിയും കാത്തിരിക്കുന്നത് കപ്പൽ ഭീമന്മാരെയാണ്. ജൂലൈ 13 മുതൽ ട്രയൽ റണ്ണും ഡിസംബർ 3 മുതൽ വാണിജ്യാടിസ്ഥാനത്തിലുള്ള പ്രവർത്തനവും ആരംഭിച്ച തുറമുഖത്ത് 5.5 ലക്ഷം കണ്ടെയ്നറുകൾ ഇതിനോടകം എത്തിക്കഴിഞ്ഞു. വലിയ കപ്പലുകൾക്ക് ലോകത്തെ അധികം തുറമുഖങ്ങളിൽ അനായാസമായി നങ്കൂരമിടാൻ താമസിക്കില്ല. എന്നാൽ ഒരു മുന്നൊരുക്കങ്ങളുമില്ലാതെ വലിയ കപ്പലുകൾക്ക് എത്താമെന്നതാണ് വിഴിഞ്ഞത്തെ ആകർഷകമാക്കുന്നത്. വൻകിട കപ്പൽ കമ്പനികൾക്ക് നൽകുന്ന സൗഹാർദ്ദപരമായ സേവനങ്ങളും വിഴിഞ്ഞത്തെ കപ്പൽ കമ്പനികൾക്ക് പ്രിയപ്പെട്ടതാകുന്നു. 3 വർഷത്തിനുള്ളിൽ 10,000 കോടിയുടെ നിക്ഷേപം കൂടി കേരളത്തിലേക്ക് വരും. നിക്ഷേപ അന്തരീക്ഷത്തെ മാറ്റിമറിക്കും. അടുത്ത മാസം വിഴിഞ്ഞം തുറമുഖത്തിന്റെ 2ാം ഘട്ട നിർമ്മാണം ആരംഭിക്കും. 2028ഓടെ വിഴിഞ്ഞം തുറമുഖം സമ്പൂർണ്ണമായി പൂർത്തിയാകും. കഴിഞ്ഞ വർഷം ജൂലൈ മുതൽ മദർഷിപ്പുകളടക്കം നിരവധി കൂറ്റൻ ചരക്ക് കപ്പലുകൾ വിഴിഞ്ഞം തുറമുഖത്തെത്തിയിരുന്നുവെങ്കിലും ഔദ്യോഗിക സമർപ്പണത്തിനായി കാത്തിരിക്കുകയായിരുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ, ഗവർണർ രാജേന്ദ്ര ആർലേക്കർ, കേന്ദ്ര ഷിപ്പിംഗ് തുറമുഖ മന്ത്രി സർബാനന്ദ സോനോവാൾ, സംസ്ഥാന തുറമുഖ മന്ത്രി VN വാസവൻ, വ്യവസായ മന്ത്രി P രാജീവ്, ഡോക്ടർ ശശി തരൂർ MP, വ്യവസായി ഗൗതം അദാനി തുടങ്ങിയ പ്രമുഖർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കും. 2024 ജൂലൈ 13 വിഴിഞ്ഞം തുറമുഖത്ത് ട്രയൽ അടിസ്ഥാനത്തിൽ കപ്പലുകൾ അടുത്തു തുടങ്ങിയത്. 2024 ഡിസംബർ 3 മുതൽ വാണിജ്യാടിസ്ഥാനത്തിൽ പ്രവർത്തനം തുടങ്ങി. ഇതുവരെ 263 കപ്പലുകൾ എത്തി. ഇത്രയും സമയത്തിനുള്ളിൽ 5.36 ലക്ഷം TEU കൈകാര്യം ചെയ്തു. കഴിഞ്ഞ ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ ഇന്ത്യയിലെ ദക്ഷിണ പശ്ചിമ തീരത്തെ തുറമുഖങ്ങളിൽ ചരക്ക് നീക്കത്തിൽ വിഴിഞ്ഞമാണ് 1ാം സ്ഥാനത്ത്. പ്രതിമാസം 1 ലക്ഷം TEU കൈകാര്യം ചെയ്യുക എന്ന നേട്ടവും വിഴിഞ്ഞം സ്വന്തമാക്കി. രാജ്യത്ത് ഇതുവരെ എത്തിയ കപ്പലുകളിൽ ഏറ്റവും വലുതെന്ന് വിശേഷിപ്പിക്കാവുന്ന MSC തുർക്കിയെ ഉൾപ്പെടെ വൻ കപ്പലുകൾ വിഴിഞ്ഞത്ത് സുഖവുമായി ബെർത്ത് ചെയ്തു. MSCയുടെ യൂറോപ്പിലേക്കുള്ള പ്രതിവാര സർവീസായ ജേഡ് സർവീസും വിഴിഞ്ഞത്ത് ആരംഭിച്ചു. 2034 മുതൽ തുറമുഖം വഴിയുള്ള വരുമാനത്തിന്റെ വിഹിതം സർക്കാരിന് ലഭിക്കും. തുറമുഖത്തിന്റെ അടുത്ത ഘട്ട നിർമ്മാണം 2028 പൂർത്തീകരിക്കുമെന്നാണ് കരാറ്. ഇതോടെ തുറമുഖത്തിന്റെ മിനിമം സ്ഥാപിത ശേഷി പ്രതിവർഷം 30 ലക്ഷം TEU ആയിരിക്കും. ഇക്കഴിഞ്ഞ ഡിസംബർ 3 മുതൽ വാണിജ്യാടിസ്ഥാനത്തിൽ പ്രവർത്തനം തുടങ്ങിയ തുറമുഖത്ത് ഇതുവരെ 265 കപ്പലെത്തി. 5.48 ലക്ഷം TEU ചരക്കുകൾ ഇതുവരെ കൈകാര്യം ചെയ്ത് വലിയ മുന്നേറ്റമുണ്ടാക്കാനും സാധിച്ചു. തുറമുഖത്തിന്റെ ആകെ നിർമ്മാണ ചെലവായ 8,867.14 കോടി രൂപയിൽ 5,595.34 കോടി രൂപയും സംസ്ഥാന സർക്കാരാണ് വഹിച്ചത്. 2034 മുതൽ തന്നെ ചരക്കു നീക്കങ്ങൾ വഴിയുള്ള വരുമാനത്തിന്റെ വിഹിതം സർക്കാരിന് ലഭിക്കുന്ന രീതിയിലാണ് നിലവിലുള്ള ധാരണയിൽ എത്തിയിരിക്കുന്നത് എന്നും മുഖ്യമന്ത്രി അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.